ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ കുറ്റപത്രം സമർപ്പിച്ചു. 120ഓളം പേജുള്ള കുറ്റപത്രമാണ് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത്. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. ഉമേഷ് ചെരുകിയാണ്. ഉമേഷ് സൂചിപ്പിച്ചതടക്കം മറ്റു വിവരങ്ങൾ എങ്ങനെ? കഴിഞ്ഞ ദിവസമാണ് ഈ കുറ്റപത്രം ചോറ്റാനിക്കര കോടതിയിൽ പോലീസ് സമർപ്പിച്ചത്. ഇതിലേക പ്രതി അനൂപാണ്. ഈ കൊല്ലപ്പെട്ട ഈ മരിച്ച പെൺകുട്ടിയുടെ ആൺസുഹൃത്താണ് അനൂപ് പ്രതി. ഈ അനൂപിനെതിരെ പ്രധാനപ്പെട്ട വകുപ്പുകളടക്കം ചുമത്തിയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. 120 പേജോളം വരുന്ന കുറ്റപത്രമാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റകരമായ നരഹത്യ അടക്കം വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ അനൂപിനെതിരെ ചുമത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ജനുവരി 26-നാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഈ ആൺസുഹൃത്തായ അനൂപ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരികയും പെൺകുട്ടിയെ മറ്റ് ചില ബന്ധങ്ങളുടെ പേരിൽ ഈ പെൺകുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ഷാളിൽ കെട്ടി തൂങ്ങിയ പെൺകുട്ടി മരണപ്രാളം കാണിക്കുന്നത് കണ്ട് ഈ അനൂപ് തന്നെ ആ ഷാള് മുറിച്ച് പെൺകുട്ടിയെ താഴേക്ക് ഇടുകയായിരുന്നു. പിന്നീട് നിലവിളിച്ച പെൺകുട്ടിയുടെ മൂക്ക് പൊത്തി. ഇതേ തുടർന്ന് പെൺകുട്ടി അബോധാവസ്ഥയിലായി. പിന്നീട് പെൺകുട്ടി മരിച്ചെന്ന് കരുതി അനൂപ് അവിടെ നിന്ന് പോവുകയായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഈ പെൺകുട്ടിയുടെ ബന്ധുവാണ് ഈ കുട്ടിയെ ഈ നിലയിൽ കാണുകയും പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. 6 ദിവസത്തോളം ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് പെൺകുട്ടി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുന്നത്. ഇതിനിടെ തന്നെ അനൂപ് പിടിയിലായിരുന്നു. അനൂപിനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. അയാൾ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിക്കെതിരെ ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്തി കേസ് കോടതിയിൽ സമർപ്പിച്ചത്. ഇപ്പോൾ കേസ് അന്വേഷണത്തിന് ശേഷം അന്വേഷണം പൂർത്തിയാക്കി ഇപ്പോൾ കുറ്റപത്രവും സമർപ്പിച്ചിരിക്കുകയാണ്. ഇനി വിചാരണ അടക്കമുള്ള നടപടികളാണ് ഇനി വരാനിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. കെ ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.